അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തീർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എൻ്റെ പേര് ഷീജ, ഞാൻ കണ്ണാടിയിൽ നിന്ന് വരുന്നു. എനിക്ക് യൂട്രസിൽ മുഴയുണ്ടായിരുന്നു, 5 വർഷമായി. അത് ഞാൻ ഒരു ഡോക്ടറെ കാണിച്ചു, അവിടെ നിന്ന് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് ഓപ്പറേഷൻ പേടിയാണ്, അതുകൊണ്ട് ഞാൻ വേറൊരു ഡോക്ടറെ കാണിച്ചു. അപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല, അത് കുറഞ്ഞ് വരുന്നുണ്ട് പറഞ്ഞു. പിന്നെ എനിക്ക് ഡിസ്കിന് കംപ്ലൈൻ്റ് ആയിരുന്നു. ഞാൻ 2 വർഷത്തോളം മരുന്ന് കഴിച്ചു, ഒരു കുറവുമില്ല. എനിക്കൊരു ജോലിയും ചെയ്യാൻ പറ്റാതായി, പള്ളിയിലും വരാതായി. ഒരുപാട് വിഷമിച്ചിരുന്നു. ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു, അതിൻ്റെ ഫലമായി എൻ്റെ അസുഖങ്ങളെല്ലാം മാറി. ഇന്ന് എനിക്ക് സന്തോഷമുണ്ട്. യേശുവേ നന്ദി, യേശുവേ സ്തുതി. യൂട്രസ് സംബന്ധമായ രോഗങ്ങളും മൊഴിയായിരുന്നു, ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞതാണ്. മറ്റൊരു ഡോക്ടറെ കണ്ടു, അത് ചുങ്ങി വരുന്നുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ നട്ടലിൻ്റെ വേദനയുണ്ടായിരുന്നു. എല്ലാ രോഗങ്ങളും യേശുവിൻ്റെ നാമത്തിൽ എടുത്തു മാറ്റി മകൾക്ക് സൗഖ്യം നൽകി. എല്ലാ മാസത്തിലും 1-2 തവണയോ ശുശ്രൂഷയിൽ വന്ന് പ്രാർത്ഥിക്കുന്നൊരു കുടുംബം. ഈ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നൊരു കാര്യമാണ്, യൂട്രസ് സംബന്ധമായ രോഗങ്ങൾ കൂടുതലാണ്. പ്രത്യേകിച്ച് വിവാഹം പ്രവേശിക്കാത്ത കുട്ടികൾക്ക് PCOD, പല വിധത്തിലുള്ള രോഗങ്ങളും വർദ്ധിച്ചു വരുന്നതാണ്. അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതാണ് നമ്മുടെ തലമുറകളെ ഇല്ലാതാക്കുന്നത്. യൂട്രസ് സംബന്ധമായ രോഗം വന്നു കഴിഞ്ഞാൽ പിന്നെ ഗർഭാശയ സംബന്ധമായതുകൊണ്ട് മക്കൾ ജനിക്കില്ല. അല്ലേലിയ. അതുകൊണ്ട് മക്കളെ വർദ്ധിപ്പിക്കുന്ന പെൺകുട്ടികളാണ് സഭ നിലനിർത്തുന്നത്, കുടുംബങ്ങൾ നിലനിർത്തുന്നത് ആൺകുട്ടികളാണ്. 2 വ്യക്തികളും നമ്മുടെ കുടുംബങ്ങളിൽ ആവശ്യമാണ്. അതിലൂടെ സഭ വളരുന്നതും സഭ നിലനിൽക്കുന്നതും. അതിന് ഹാനികരമായിട്ട് വരുന്നുണ്ടെങ്കിൽ അത് പിശാചിൻ്റെ പ്രവർത്തനമാണ്.